ഒരു സിനിമയിൽ പ്രേംകുമാർ അവതരിപ്പിച്ച ഒരു പോലീസ് കഥാപാത്രം ആദ്യ രാത്രിയിൽ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മുൻപ് വേറെ പ്രണയം വല്ലതും ഉണ്ടായിരുന്നു? പേടിക്കണ്ട, ഞാനൊരു വിശാല മനസ്കനായ പോലീസുകാരനാണ്, നിന്നെ ഞാനൊന്നും ചെയ്യില്ല, ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഭാര്യ മുൻ പ്രേമം തുറന്നു പറയുന്നതോടുകൂടി ആ വീടൊരു കലാപഭൂമിയാവുകയാണ്. പലപ്പോഴും ഫൗണ്ടേഴ്സ് പരാതി പറയാറുണ്ട്, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയില്ല, ലാസ്റ്റ് മിനിറ്റിലേ ഞാൻ അറിയുള്ളൂ, വലിയ എന്തെങ്കിലും ഒരു അപകടത്തിലെത്തിയാലേ അറിയുള്ളൂ, ഇവരാരും എന്നോടൊന്നും തുറന്നു പറയില്ല. കാര്യങ്ങൾ നിങ്ങളോട് ആളുകൾ തുറന്നു പറയുന്നില്ലെങ്കിൽ അത് ആളുകൾക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. അതാണ് അതിൻ്റെ ഒരു വശം. അവരെ സംബന്ധിച്ച ഒരു കാര്യമായിരിക്കാം അത്. രണ്ടാമത്തെ വശം, അവർക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളോട് മാത്രമേ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു റെസിസ്റ്റൻസ് അതിലുണ്ട്. ചിലപ്പോൾ നിങ്ങളോടൊരു കാര്യം, സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല അതെന്താണ് അങ്ങനെ പറയാൻ കാരണം, അത് അങ്ങനെ ശരിക്കും ഒരു പ്രശ്നമുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ പല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരിക്കാം. ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചോദിക്കുന്നതും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളതിനെ ചോദ്യം കൊണ്ട് നിരായുധീകരിക്കാൻ ശ്രമിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മുഖത്ത് വരുന്ന ചില ഭാവങ്ങളും നമ്മൾ ഇമ്മീഡിയറ്റ്ലി തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളും തിരിച്ചുള്ള ചില മറുപടികളും ചിലപ്പോൾ ആളുകളെ ത്രട്ടൺ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് നിങ്ങളോട് ഡിസഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണുള്ളതെങ്കിൽ, നിലവിലുള്ള സ്ഥിതി വിശേഷങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആണ് ഉള്ളതെങ്കിൽ, അത് റീഡിസൈൻ ചെയ്യാത്ത പക്ഷം പല കാര്യങ്ങളും നിങ്ങൾ അറിയില്ല, അറിഞ്ഞാൽ തന്നെ വളരെ വൈകിട്ടാണ് അറിയുക. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശാല മനസ്കനായ ഒരു ഫൗണ്ടർ ആവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോഴാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ.